ഷലോം, ഞെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വളരെ കാറ്റ് കൂടുതലാണ്. കാറ്റ് കൂടുതൽ മാത്രമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ട് ശബ്ദത്തിന് എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം വലിയൊരു കാറ്റ്, തണുപ്പിൻ്റെ അതികഠിനമായ കാറ്റ് വീശുകയാണ് ഇവിടെ. അപ്പോൾ ആരെയും തന്നെ കണ്ടില്ല. ഇനി നെറ്റില്ലാത്തത് കൊണ്ടാണോ? അയ്യോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാറ്റ് കണ്ടോ? രാജേഷ് കുമാർ, ചേച്ചി നാട്ടിൽ അടിയോടെ അടി ആണ്. ഞാൻ കണ്ടു, നാട്ടിൽ അടിയോടെ അടിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം യുവമോർച്ചക്കാർ തൻ്റെ ഇടത്തോടെ രംഗത്ത് വന്നപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം യുവമോർച്ചക്കാരെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങിയപ്പോൾ VT സതീശനും കൊങ്ങിക്കൂട്ടങ്ങൾക്കെല്ലാം തന്നെ ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടായി എന്ന് വേണം പറയുവാനായിട്ട്. അങ്ങനെ ഇവർക്ക് വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജനം രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരവാഴകളായി മാറിയാലോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ എന്തുവാ, ഞങ്ങൾക്കും ധൈര്യമുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് നെളിഞ്ഞ് പുറത്തേക്ക് ചാടിയതാണ് ഇവറ്റങ്ങളെല്ലാം. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ്? പിടിച്ചു നിൽക്കാനുള്ള അത്രത്തോളം കപ്പാസിറ്റി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. VT സതീശന് പ്രസംഗം കംപ്ലീറ്റ് ആക്കാതെ തന്നെ ഓടി ഒളിക്കേണ്ട അവസ്ഥ വന്നു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, എന്തുവാ ഇത്? അപ്പോൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ അബ്രഹാം കടവിൽ എന്തു പറഞ്ഞു തീർക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു തീർക്കാൻ ഞാൻ നോക്കുന്നില്ല, പതുക്കെ പറയുന്നുള്ളൂ. അബ്രഹാം കടവിൽ സ്ഥലം കാര്യമാക്കി പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഈ ലൈവിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ലൈവ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് എന്നെനിക്ക് നല്ല വൃത്തിയാണം അറിയാം. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവമായ കാര്യം. കാരണം അത് പൊതുസമൂഹത്തിന്റെ ഒരു പൊതുശീലം തന്നെയാണ്. ചില സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു എന്ന് വേണം പറയുവാനായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈവിന്റെ തുടക്കം നാൾ മുതൽ ഇന്നുവരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കേൾപ്പാൻ ഒരാളുണ്ടെങ്കിൽ പോലും അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ 10,000 പേരെ കൂട്ടി വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും എനിക്കില്ല പ്രിയ സഹോദരങ്ങളെ. എൻ്റെ പേജ് ഇങ്ങനെ 100 ആളുകൾ ഫോളോ ചെയ്യണമെന്നുള്ള നിർബന്ധവും എനിക്കില്ല. എനിക്ക് ഒരാളുടെ രക്ഷയാണ് എൻ്റെ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഒരുവന് തിരിച്ചറിവുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടം ഈ ലോകത്ത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് തന്നെയാണ് ആ കാലം മുതൽ ഈ കാലം വരെയും ഞാൻ വളരെ ശക്തമായി തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ പഠിപ്പിക്കലുകൾക്കും അന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്ന് ക്രിസ്ത്യാനികളുടെ പേരിൽ നടക്കുന്ന കൊള്ളകളും അഴിമതിയും കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്ത്യാനികളെ ഒരിക്കലും നമുക്ക് വെള്ളപൂശാൻ പറ്റില്ല എന്ന് വേണം പറയുവാനായിട്ട്. തീവ്രവാദത്തിന്റെ വേറൊരു വെർഷനാണ് സൈലന്റ് പോയിസൺ എന്ന് വേണം നിങ്ങൾ അതിനെ വിളിക്കാനായിട്ട്. അതായത് ഇസ്ലാമിക തീവ്രവാദത്തെ നമുക്ക് സൈലന്റ് പോയിസൺ എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ അണുബോംബ് എന്ന് വേണം വിളിക്കാനായിട്ട്. പക്ഷേ ക്രിസ്തീയ തീവ്രവാദം എന്ന് പറയുന്നത് സൈലന്റ് പോയിസൺ ആണ് എന്ന് വേണം പറയാനായിട്ട്. ഇതിനെ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ ക്രിസ്തീയ മതത്തിൽ വിശ്വസിച്ച് കിടക്കുന്നത് കൊണ്ടും അത് ഇഷ്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും ക്രിസ്തീയമായിട്ടുള്ള നിങ്ങളുടെ സംഘടനകളിൽ നിങ്ങൾ പിടിച്ചു കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ടും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അരോചകം തോന്നുമെന്നുള്ളതാണ് വാസ്തവമായ കാര്യം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ക്രിസ്തീയ സംഘടനകളിലും ക്രിസ്തീയ മതത്തിലുമല്ല തൂങ്ങിപ്പിടിച്ച് കിടക്കേണ്ടത്, ക്രിസ്തുവിലാണ് തൂങ്ങിപ്പിടിച്ച് കിടക്കേണ്ടത്. ക്രിസ്തുവിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഒരുത്തരും എന്ത് ചെയ്യത്തില്ല, ഈ ക്രിസ്ത്യാനിയുടെ പേരിൽ നടക്കുന്ന അനീതിയെയും അക്രമത്തെയും തീവ്രവാദത്തെയും കുടപിടിച്ചു കൊടുക്കില്ല. പിന്നെയോ ക്രിസ്തു ചാട്ടവാർ എടുത്തതുപോലെ തന്നെ ചാട്ടവാർ എടുക്കാനുള്ള തന്റെ ഇടം ഓരോ വ്യക്തിക്കും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ.
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവവചനം കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പഠിപ്പിച്ചു. ഒറ്റ വാക്കിന്റെ പേരിലാണ് ഇന്ന് നടക്കുന്ന മതപരിവർത്തനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് കാടും മേടും അവിടെയും ഇവിടെയും കയറി ഇറങ്ങി ഹിന്ദുക്കളുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് അവരെ മുഴുവനെയും ഈ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് മുഴുവനും കർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ഒരു വാക്കിന്റെ പിൻബലത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവ് ആകെ കൂടി പറഞ്ഞൊരു കാര്യം, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പൊ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ലോകം മുഴുവനും പോയി സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ലോകം മുഴുവനും കറങ്ങി നടന്ന് എല്ലാവരെയും ശിഷ്യരാക്കാൻ പോകുകയാണ് എന്നുള്ള വ്യാമോഹത്തിലാണ് ഇന്ന് ഏകദേശപ്പെട്ടവരും എന്ത് ചെയ്യുന്നത്, ക്രിസ്ത്യാനികളെ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ളതും ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഒരിക്കലും ഒരു മതത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല, ദൈവം ആരോടും കൽപ്പിച്ചിട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇരട്ടിച്ച നരകമാണ് സത്യത്തിൽ എവിടെ കിട്ടാൻ പോകുന്നത്? ഇവിടെ വന്ന് കിടന്നാൽ, ഈ സഭയ്ക്കകത്ത് വന്ന് കിടന്നാൽ കിട്ടാൻ പോകുന്നത് ഇരട്ടിച്ച നരകമാണെന്ന് കർത്താവ് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ കർത്താവിന്റെ വാക്കുകൾ ഇനി ആർക്കെങ്കിലും മാറ്റി എഴുതാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ? കർത്താവ് ഓൾറെഡി പറഞ്ഞു, ഇരട്ടിച്ച നരകയോഗ്യരാക്കി നിങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനം ഇന്ത്യയിൽ നിന്നും മാറ്റപ്പെടണം. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ ലോകത്തൊന്നും ഒരിടത്തും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്യുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇന്ന് LGBTQ ആയിട്ടും ഇന്ന് സാത്താൻ സഭകളിലും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അടിസ്ഥാന ഉപദേശവും അടിസ്ഥാന തത്വത്തിലുമല്ല ക്രിസ്ത്യാനികൾ ഇന്ന് നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണത്തിന്മേലാണ്. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ഇന്ത്യക്കകത്ത് മിഷണറിമാർ വന്നിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അവരവരുടെ ജീവനെ കൊടുത്തും അവരുടെ സ്വത്തുക്കൾ വിറ്റഴിച്ചും കൊണ്ടും പലരിലേക്കും സുവിശേഷീകരണവുമായി അവർ എത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. പിന്നീട് സുവിശേഷീകരണം എന്തായിത്തീരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നീട് സുവിശേഷീകരണം എന്ന് പറയുന്നത് കച്ചവടമാക്കപ്പെട്ടു. മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് വരുമാനമായി മാറ്റപ്പെട്ടു. കാരണം വിദേശങ്ങളിൽ നിന്നും കോടിക്കണക്ക് പണമാണ് ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് മിഷണറി പ്രവർത്തനങ്ങളുടെ പേരിൽ. അതുമാത്രമല്ല, ബില്യൺ ഡോളറുകളാണ് ഒഴുകാൻ തുടങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. മദർ തെരേസയെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ചെറിയ കാര്യം എന്റെ യൂട്യൂബിലൂടെ ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ പലർക്കും എന്നോട് നീരസം തോന്നി എന്ന് വേണം പറയുവാനായിട്ട്. മദർ തെരേസ ഒരു വിശുദ്ധയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ തെരേസ ഒരു വിശുദ്ധയല്ല. മദർ തെരേസ ഒരു ഇലുമിനാറ്റിയാണ്. മദർ തെരേസ ഒരു സാത്താനിക സഭയിൽപ്പെട്ട സ്ത്രീയാണ്. കാരണം ഞാനും ഒരിക്കൽ മദർ തെരേസയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. മദർ തെരേസ ചെയ്തു വെച്ച ചില നന്മകളെല്ലാം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് മദർ തെരേസ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പൊതുസമൂഹം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കണ്ടുകൊണ്ടാണ് മദർ തെരേസ എന്ന് പറയുന്ന മൊത്തത്തിലൊരാളെ നമ്മൾ മനസ്സിലാക്കി വെച്ചത് എന്ന് വേണം പറയുവാനായിട്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ കാര്യങ്ങൾ പോലും മദർ തെരേസ ഒരു വിശുദ്ധയാകുവാൻ തക്കവണ്ണം നമുക്ക് യോഗ്യതയുള്ള വ്യക്തിയായി തീർന്നു എന്ന് വേണം പറയുവാനായിട്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സത്യത്തിൽ അതല്ല മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് മദർ തെരേസ ഇന്ത്യയിൽ വന്നത് കൊൽക്കട്ടയിൽ തെരുവോരങ്ങളിൽ കിടക്കുന്നവരെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് രോഗികളെയും അവരെയും ഇവരെയെല്ലാം ശുശ്രൂഷിക്കുന്നു എന്നുള്ള പേരിൽ മദർ തെരേസ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ മദർ തെരേസയ്ക്ക് നല്ല ഉദ്ദേശം ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം. ഒരിക്കലും നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, പിന്നീട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളുടെ, വിദേശ മരുന്ന് കമ്പനികളുടെ പരീക്ഷണശാലയായി മദർ തെരേസയുടെ ചാരിറ്റി പ്രവർത്തനം മാറിയെന്ന് വേണം പറയുവാൻ. കൊൽക്കട്ട തെരുവോരങ്ങളിലുള്ള അനേക കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരുമെല്ലാം തന്നെ ഈ വിദേശ മരുന്ന് കമ്പനികളുടെ പരീക്ഷണശാലകളിലേക്ക് അവരുടെ മരുന്നുകൾ പരീക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നു ഈ കുഞ്ഞുങ്ങളും ഈ മുതിർന്നവരും ഈ രോഗികളും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ കോടിക്കണക്ക് ബില്യൺ കണക്ക് ഡോളറുകളാണ് മദർ തെരേസയുടെ അക്കൗണ്ടുകൾ വഴിക്കും ചാരിറ്റി ട്രസ്റ്റുകൾ വഴിക്കും ഒഴുകിയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം കയ്പായി തോന്നും എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും കയ്പ് ഔഷധമാണെന്നുണ്ടെങ്കിൽ അത് നല്ലതിന് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ മദർ തെരേസയുടെ അക്കൗണ്ടുകൾ വഴിക്ക് ഒഴുകിയ ബില്യൺ കണക്കുള്ള ഡോളറുകൾ പിന്നീട് എന്താക്കപ്പെട്ടു? മദർ തെരേസ
തെരേസ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ കൊൽക്കട്ടയുടെ ഉദ്ധാരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊൽക്കട്ട മണ്ണിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് മദർ തെരേസയുടെ അക്കൗണ്ട് വഴിക്ക് ഒഴുകിയ പണത്തിന്റെ കണക്ക് വെച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ശ്രേഷ്ഠമായ ഒരു സിറ്റി ആയിട്ട് കൊൽക്കട്ട മാറിയേനെ. ഇന്ത്യയിലെ ഏറ്റവും മകുടമായ അണിയുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ കൊൽക്കട്ട മാറിയേനെ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. കൊൽക്കട്ടയുടെ തെരുവോരങ്ങൾ മദർ തെരേസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. പാവത്തുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്നുള്ളതോ അല്ലെങ്കിൽ പാവത്തുങ്ങളെ സഹായിക്കണമെന്നുള്ളതോ ആയിരുന്നില്ല ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ചാരിറ്റിയുടെ മറവിൽ നടത്തിയ കൊള്ളയായിരുന്നു സത്യത്തിൽ വലുത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കോടിക്കണക്ക് മദർ തെരേസയുടെ ചാരിറ്റി ട്രസ്റ്റുകൾ വഴി ഒഴുകിയ ബില്യൺ കണക്ക് ഡോളറുകൾ കൊണ്ട് മദർ തെരേസ ലോകത്ത് മുഴുവനും ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തി. ലോകമെമ്പാടും ചാരിറ്റി ട്രസ്റ്റുകൾ തുടങ്ങി വെച്ചു. മുക്കിലും മൂലയിലും എല്ലാം തന്നെ മദർ തെരേസയുടെ ബിൽഡിങ്ങുകളും കോൺവെന്റുകളുമാണ് സ്ഥാപിക്കപ്പെട്ടത്. അല്ലാതെ കൊൽക്കട്ട നഗരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കൊൽക്കട്ട നഗരം രക്ഷിക്കപ്പെടുക അല്ലായിരുന്നു സത്യത്തിൽ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ മദർ തെരേസയുടെ പ്രവർത്തനത്തെ സമൂഹം നോക്കിക്കാണുന്നത് അവർ ചെയ്തു വെച്ച ചില നന്മകളെ നമുക്ക് പൊതുസമൂഹത്തിൽ കാണിച്ചു തന്നിട്ട് ഇതാണ് മദർ തെരേസ എന്ന് പഠിപ്പിച്ചപ്പോൾ നമ്മളതങ്ങ് വിശ്വസിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. പക്ഷെ യഥാർത്ഥ സത്യം അതല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ നഗ്നമായ ഒരുപാട് സത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അത് കേൾക്കുമ്പോൾ അല്പം ദഹനക്കേട് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കും. പക്ഷേ ആ സത്യങ്ങൾ ഒരിക്കലും സത്യമല്ലാതെ ആകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ന് അന്നത്തെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ വേറൊരു വെർഷനായിട്ടാണ് ഇന്ന് പെന്തക്കോസ് സഭകൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടങ്ങളിലായെല്ലാം കർത്താവ് രോഗസൗഖ്യം തരും, കർത്താവ് വിടിവിക്കും, കർത്താവ് രക്ഷിക്കും, കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും, കടമാറ്റും, അത് മാറ്റും, ഇത് മാറ്റും, രോഗം മാറ്റും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സകലരെയും വിളിച്ചു വരുത്തി ഒരു കൂസലുമില്ലാതെ ആത്മീക കച്ചവടക്കാരന്മാർ ബക്കറ്റ് പിരിവുകൾ നടത്തുകയാണ് കർത്താവിന്റെ പേരിൽ. ആദ്യം ഇവന്മാർ പറയുമ്പോൾ പറയും കർത്താവ് നിങ്ങളെ രക്ഷിക്കും, കർത്താവ് നിങ്ങളെ വിടുവിക്കും, കർത്താവ് നിങ്ങളുടെ രോഗം മാറ്റും, കർത്താവ് നിങ്ങളുടെ കടഭാരം മാറ്റും എന്നൊക്കെ ആദ്യം ഇവന്മാർ പറയും. പിന്നീട് ഇവന്മാരുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ പോയവരെല്ലാം പെട്ടുപോയവരെല്ലാം എന്തായാലും വന്നുപോയി, ഇനിയിപ്പോ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്നതും പോക്കറ്റിലിരിക്കുന്നതും എല്ലാം അവിടേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിടിച്ചുപറിക്കാരായി മാറുകയാണ്. കർത്താവിന്റെ പേരിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ളയെ ചോദ്യം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിക്കും ചങ്കൂറ്റമില്ല എന്ന് വേണം പറയുവാനായിട്ട്. തന്റെ ഇടമുള്ള ഒരുത്തനും എഴുന്നേക്കുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. എന്നിട്ടാണ് ഇവന്മാർ അടുത്ത മതങ്ങളിൽ കയറിയിരുന്ന് വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇവന്മാർ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം മതം തീവ്രവാദ മതമാണെന്ന് പഠിപ്പിക്കാനിരിക്കുന്നത്. ഇവന്മാർ പാസ്റ്റർമാരെന്നുള്ള പേരിൽ നടത്തുന്ന കൊള്ളയും കൊലവെട്ടിക്കൊള്ളയൊന്നും ആരും അറിയുന്നില്ല, ആരോടും പറയുന്നുമില്ല എന്ന് വേണം പറയാനായിട്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഏറ്റവും വലിയൊരു ആപത്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദുക്കളോട് എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നുന്നതെന്നറിയാമോ? ഹിന്ദുക്കൾ ദൈവത്തെ പുച്ഛിച്ചു തള്ളുന്നില്ല. യേശുക്രിസ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ ഉള്ളിൽ ദൈവം എന്നുള്ളൊരു വികാരം അവനുണ്ടാകുന്നു, ഒരു ഇഷ്ടം ഉണ്ടാകുന്നു. ഒരിക്കലും ആ ദൈവത്തെ അവൻ ഒരിക്കലും തള്ളിപ്പറയുകയോ ഒരിക്കലും ആ ദൈവത്തെ കൊള്ളയടിക്കണമെന്നുള്ള മോഹമോ വ്യാമോഹമോ ഒന്നും അവനുണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹം, അവന്റെ കയ്യിൽ ദൈവവചനം ഇരുന്നിട്ടും അവൻ കൊള്ളയടിക്കുവാനായിട്ട് കൊള്ളക്കാരനെ പോലെ ഒരു കൂസലുമില്ലാതെ ദൈവത്തെ അവനെന്നും ഇവനെന്നും മറ്റവനെന്നും മറിച്ചവനെന്നും വിളിക്കുവാനായിട്ട് ഒരു മടിയുമില്ലാത്ത സമൂഹമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം എന്ന് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ സത്യങ്ങൾ കയ്യിലിരിക്കുമ്പോൾ ഈ ലോകത്ത് ആ വചനം വായിച്ച് ഒരുവൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വചന സത്യത്തിലാണ് ക്രിസ്ത്യാനി നിലകൊള്ളുന്നതെങ്കിൽ അവനെപ്പോലെ ഏറ്റവും സുന്ദരമായ ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്ന് വേണം പറയുവാനായിട്ട്. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവന്മാരാണ് ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിക്കാണ് ഇന്ന് ഉടുവസ്ത്രം ഇല്ലാണ്ടിരിക്കുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ജീവിക്കുന്ന ജീവിത ശൈലികൾ നിങ്ങൾ നോക്കിയേ. എത്രത്തോളം ആഭാസകരമായ ജീവിത ശൈലിയാണ് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ജീവിക്കുന്നത്. ക്രിസ്തീയ സമൂഹങ്ങളാണ് ഈ ആഭാസ ജീവിത ശൈലി എന്ത് ചെയ്തത് ലോകത്തോട് കാണിച്ചു കൊടുത്തതെന്ന് വേണം പറയുവാനായിട്ട്. ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും റോൾ മോഡലായ ഒരു ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ ജീവിതം ഏറ്റവും ആഭാസകരമായി കിടക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. എന്നാൽ ഏറ്റവും ആഭാസകരനായ, ഏറ്റവും ഒന്നിനും കൊള്ളാത്തവനായ ഒരു മുഹമ്മദ് കാമഭ്രാന്തനെ വെച്ച് ജീവിക്കുന്നവനെല്ലാം
എന്തുവാ അവന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും എല്ലാം എന്ത് ചെയ്യുക, അപ്പിക്കുപ്പായത്തിനകത്ത് ഇട്ട് പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. എന്ത് തരത്തിലുള്ള ലോജിക് ഇല്ലായ്മയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയ പ്രിയ സഹോദരങ്ങളെ. ക്രിസ്ത്യാനി അപ്പിക്കുപ്പായത്തിൽ കയറണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആഭാസകരമായ ജീവിത സാഹചര്യത്തിലും ആണാണിനോടും പെണ്ണിനോടും അവലക്ഷണമായിട്ട് ജീവിക്കത്തക്കവണ്ണം കത്തോലിക്ക സഭയാണ് അനുവാദം കൊടുത്തത്, പോപ്പാണ് അതിന് അനുവാദം കൊടുത്തത്. ദൈവവചനത്തിന് വിരുദ്ധമായി ചെയ്യുവാനുള്ള എല്ലാവിധ അനുവാദങ്ങളും കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമല്ല അവർക്ക് പ്രാധാന്യം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഭ കത്തോലിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവർക്ക് പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അവർക്ക് അവരുടെ സംഘടനയാണ് പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. ആണാണിനോടും പെണ്ണിനോടും പ്രകൃതിക്ക് വിരോധമായി അവലക്ഷണമായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള അധികാര കൈമാറ്റം വരെ, വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് വരെ കത്തോലിക്ക സഭയിലെ പോപ്പ് അനുവാദം കൊടുത്തിരിക്കുന്നു. എപ്രകാരം പോകുന്നു ക്രിസ്ത്യാനികളെന്ന് നോക്കിക്കൊണ്ടേ. അപ്പോൾ അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ബെന്തക്കോസുകാർ സത്യം പറഞ്ഞുകൊണ്ട് ഇതിപ്പോ സ്വർഗത്തിലേക്ക് പറക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ബെന്തക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഇരട്ടിച്ച നരകത്തിലേക്ക് വഴി നടത്തുന്നതിന് പെന്തക്കോസുകാര്. അതിനകത്ത് കിടന്നാൽ അവൻ ഒറ്റ നരകമേ ഉള്ളൂ. പക്ഷേ ഈ പെന്തക്കോസിൽ വന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇരട്ടിച്ച നരകത്തിലേക്ക് പോകാം. കാരണം ഈ പെന്തക്കോസുകാർ വചനം കയ്യിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് വലിയ കൊള്ളയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇവന്മാർക്ക് എല്ലാവർക്കും ഹിന്ദുക്കളായ പാവത്തുങ്ങളെ മാത്രം മതി രക്ഷിക്കപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയാൽ മതി. മുസ്ലിങ്ങളെ ഒന്നും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല ഇവർക്കൊന്നും. കാരണം ലോകം മുഴുവനും കർത്താവ് സുവിശേഷം പറയാൻ പറഞ്ഞപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമേ ലോകം മുഴുവനുമുള്ളൂ, അതും പാവപ്പെട്ടവരെ തിരക്കി വേണം പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഹിന്ദുക്കളിൽ നായരിലും അല്ലെങ്കിൽ ബ്രാഹ്മൺസിനോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പറ്റില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പറ്റില്ല. പക്ഷെ പാവത്തുങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമാണ്, പാവത്തുങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ എളുപ്പമാണ്. ഇവരോടെല്ലാം പോയിട്ട് അപ്പൊ പലരും എന്നോട് ചോദിക്കും, അപ്പൊ പ്രിയ സഹോദരി ഈ വിഗ്രഹാരാധനയിൽ മുഴുകി നടക്കുന്ന ഇവരെ ഒന്നും രക്ഷിക്കണ്ടെന്നാണോ സഹോദരി പറയുന്നത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതിന് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. ദൈവവചനം തന്നെ പറയുന്നു, നിങ്ങൾ കാടും മേടും കടന്ന് അവരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് ഇരട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുത്തുന്നു എന്നുള്ള പേരിൽ എന്താണ് ചെയ്യുന്നത്? ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുകയല്ലേ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം പറയുന്നത് എന്താണ്? ദൈവവചനം പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബിന്റെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഒരുത്തൻ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ, നിങ്ങൾ ഒരുവനും വിശന്നും നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ അവനോട് ചെന്നിട്ട് സമാധാനത്തോടുകൂടെ തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുക എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ അവന് എന്തു പ്രയോജനം? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടി ഞാൻ പതുക്കെ പറഞ്ഞു തരാം. അതായത് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അതായത് നിങ്ങളുടെ കൂട്ടു സഹോദരൻ, നിങ്ങളൊരുത്തൻ വിശന്നും നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ. ഇപ്പൊ ഈ പെന്തക്കോസുകാർ കയറി ചെല്ലുന്ന വീടുകളെല്ലാം പാവപ്പെട്ടവരുടെ വീടാണ്. നേരാവണ്ണം ആഹാരത്തിനില്ല, ഉടുതുണിയില്ല, കഷ്ടപ്പാടാണ്, എന്തുവാ വെള്ളം ഒലിച്ചു കയറുകയാണ്. അങ്ങനത്തെ വീടുകളിലേക്കാണ് കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോഴത്തേക്കും അവർ എന്നിട്ട് പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതാണ് പ്രിയ സഹോദരി. അപ്പം ഈ ഹിന്ദുക്കൾക്കാണെങ്കിൽ ദൈവം എന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക കേട്ടോ എന്ന് പറയും. അപ്പോൾ പോയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ രക്ഷിക്കും, നിങ്ങളുടെ കഷ്ടതകളിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് ആഹാരം ദൈവം തരും, നിങ്ങൾക്ക് വസ്ത്രം ദൈവം തരും, നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള അവസ്ഥകളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരുവൻ വിശന്നും നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ അവരോട് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടുകൂടി തിന്ന് തീകാഞ്ഞു കൊള്ളുകിൻ എന്ന് പറയുന്നതല്ലാതെ, അതായത് നീ രക്ഷപ്പെടും, നിന്നെ ദൈവം രക്ഷിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് അവൻ ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ എന്തു പ്രയോജനം എന്നാ ചോദിച്ചത്. എടാ, അവനോട് പോയിട്ട് നിനക്ക് തിന്നാൻ ദൈവം തരുമെന്ന് പറയുന്നതല്ലാണ്ട് അവന് തിന്നാൻ നീ കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കൊടുക്കാതെ ഇത് പറഞ്ഞത് കൊണ്ട് അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്നാ ചോദിച്ചത്. പറഞ്ഞത് പിടികിട്ടിയോ?
അപ്പോൾ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവന് കൊടുക്കാതിരുന്നാൽ എന്ത് പ്രയോജനം? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് അങ്ങനെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ പ്രവൃത്തിയില്ലെങ്കിൽ ചുമ്മാ പോയിട്ട് കർത്താവ് നിന്നെ രക്ഷിക്കും, കർത്താവ് നിന്നെ വിടിവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ സഭയ്ക്കകത്ത് ഓരോരുത്തരും വിളിച്ചോണ്ട് വന്നിട്ട് ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് ദൈവവചനം തന്നെ പറയുന്നു. അവൻ രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്താൽ അവൻ രക്ഷിക്കപ്പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവന് പറ്റത്തില്ല. അവൻ വീണ്ടും സഭയ്ക്കകത്ത് വരുമ്പോഴും എന്താണ് അവന്റെ ലക്ഷ്യം? അവന്റെ ലക്ഷ്യം എന്റെ കർത്താവ് ചിലപ്പോൾ എന്നെ വിടിവിക്കുമായിരിക്കും, എന്നെ രക്ഷിക്കുമായിരിക്കും. 1 വർഷമായി 2 വർഷമായി മാറ്റങ്ങളൊന്നും വലുതായിട്ടില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമായിരിക്കും. വലിയ മാറ്റമൊന്നും ഇവന്മാർ പറഞ്ഞ ഓഫറൊന്നും കിട്ടില്ല. അപ്പോഴേക്കും ഈ സഹോദരൻ പറയും, എന്റെ പാസ്റ്ററെ, ഞങ്ങളുടെ പ്രശ്നം ഒന്നും മാറിയിട്ടില്ല പാസ്റ്ററെ, ഞങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല പാസ്റ്ററെ, കടഭാരം ഇപ്പോഴും ഉണ്ട് പാസ്റ്ററെ. വിഷമിക്കേണ്ട സഹോദരൻ, നമുക്കൊരു ഉപവാസ പ്രാർത്ഥന വെച്ചേക്കാമെന്ന് പറഞ്ഞ് അവന്റെ തലമേൽ വീണ്ടും ഒരു ഹോമയാഗം അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് മന്ത്രവാദ കളത്തിനകത്ത് മന്ത്രവാദം ചെയ്ത് നിന്റെ വിഷയങ്ങളെല്ലാം മാറ്റിച്ചു തരാം, ഒരു 10-20,000 രൂപ ചെലവാക്കിയാൽ മതി, നമുക്കൊരു മന്ത്രവാദമൊക്കെ നടത്തി നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാം എന്ന് പറയുന്നത് പോലെ ഉപവാസ പ്രാർത്ഥന എന്നുള്ള പേരില് ഗിൽബർട്ട് രാജ് സ്റ്റുപ്പിഡ് ടോക്കിംഗ്, നിന്നെ മനുഷ്യവർഗത്തിൽ കൂട്ടാൻ കൊള്ളില്ല കേട്ടോ. നിന്റെ പ്രായത്തിനനുസരിച്ച് പോലും നിന്നെ മനുഷ്യവർഗത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്ന് വേണം പറയാനായിട്ട്. എടാ വിവരദോഷി, ഞാൻ പറയുന്നത് സ്റ്റുപ്പിഡ് ടോക്കിംഗ് ആണെങ്കിൽ നീ മനുഷ്യനായിട്ടാണോ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ പക്ക ക്രിമിനൽ അല്ലേ? അപ്പം കർത്താവ് മറ്റുള്ളവനെ പറ്റിച്ച് തിന്നരുത് എന്ന് ഞാൻ പറയുന്നത് നിനക്ക് സ്റ്റുപ്പിഡ് ടോക്കിംഗ് ആയിട്ട് തോന്നുമ്പോൾ നിനക്ക് മറ്റുള്ളവരെ പറ്റിച്ച് തിന്ന് ജീവിച്ച് നല്ല ശീലമായിപ്പോയി. എടാ വൃത്തികെട്ടവനെ, നിന്നെപ്പോലുള്ളവനെയൊക്കെ ചാട്ട പറഞ്ഞ് ചാമ്പാനാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. മനസ്സിലായോ? നിന്നെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, നിന്നെയൊക്കെ ചാട്ട പറഞ്ഞ് നിന്നെയൊക്കെ പുറം പൊളിക്കണം. വൃത്തികെട്ട ജന്മങ്ങള്. അവന് സ്റ്റുപ്പിഡ് ടോക്കിംഗ് ആയിട്ട് തോന്നുന്നു വൃത്തികെട്ടവന്. നാണോ ഇല്ലടാ നിനക്ക്? നീ നാണോ മാനോ ഉള്ളവനാണോ? നട്ടലുള്ളവനാണോടാ? ദൈവവചനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ദൈവവചനത്തെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്കെതിരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് സ്റ്റുപ്പിഡ് ടോക്കിംഗ് ആയിട്ട് തോന്നുന്നു? എന്നെ കർത്താവിനെ കൊണ്ടുപോയി വഴിയിലെത്തി കൊണ്ടുവച്ച് പിച്ചയിടാ. കർത്താവിനെ കൊണ്ടുപോയി നീ വഴിയിൽ കൊണ്ടുവച്ചിരുത്ത് ഭിക്ഷ എടുപ്പീര്. കുറച്ച് പാച്ചർമാരെയും വിശ്വാസികളെയൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ചെറ്റകള്. നിന്നെയൊക്കെ ചാട്ടവാറിന് ചാമ്പുകയല്ല വേണ്ടത്. എന്താ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞ മനസ്സിലായോ? കള്ളന്മാരും കൊള്ളക്കാരും കേറി ഇറങ്ങി ക്രിസ്ത്യാനിയുടെ പേരിൽ കിടന്നിട്ട് നീയൊക്കെ ക്രിസ്ത്യാനികളുടെ പേരിലും മറവിലും ജീവിച്ചുകൊണ്ട് നീയൊക്കെ കാണിക്കുന്ന കൊള്ളയും കൊള്ളരുതായ്മകളും ഈ ഭൂമുഖത്ത് എത്രത്തോളം അനീതിയും അക്രമവും പെരുകിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ പേരിൽ നടക്കുന്ന കൊള്ളയും അക്രമവും എത്രത്തോളം വലുതാണെന്ന് നോക്കിക്കൊണ്ടേ. സ്റ്റുപ്പിഡ് ടോക്കിംഗ് ആണ് പോലും. സത്യം വിളിച്ചു പറയുമ്പോൾ കേൾക്കുമ്പം ഭയം തോന്നുന്നു വൃത്തികെട്ട ജന്മങ്ങൾക്ക്. കാരണം എല്ലാവരെയും കൊന്നും കൊലവിളിച്ചും മതം മാറ്റിയും കൊണ്ടിരിക്കുന്ന വേറൊരു സമൂഹത്തിനിടയിൽ തീവ്രവാദത്തിന് വേറൊരു വർഷനുമായി സൈലന്റ് തീവ്രവാദം കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികളിൽ പെട്ടവന്മാരല്ലേ ഇവന്മാർക്കെല്ലാം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പം കൊണ്ടു കയറുമെന്ന് വേണം പറയുവാനായിട്ട്. മൂടി വെച്ചതൊന്നും പുറത്തു വരാതിരിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നീയൊക്കെ ചെയ്യുന്ന അനീതിയും അക്രമവും ദൈവവചനത്തെ വെച്ച് വിറ്റ് നീയൊക്കെ കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്കകത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് നിന്റെ കഷ്ടത തീരും, പ്രയാസം തീരും എന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് ഇരുത്തി വെച്ചിട്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവന്റെ പ്രയാസവും കഷ്ടതയും തീരത്തില്ല. അപ്പോൾ അവൻ ചോദിക്കും, പാച്ചറേ, നമുക്ക് എന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ പാച്ചറേ, എനിക്ക് രക്ഷിക്കപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ പാച്ചറേ, എന്താ പാച്ചറേ, നമുക്ക് ഉപവാസ പ്രാർത്ഥന വെക്കാം സഹോദര, വിഷമിക്കണം, നമുക്കൊരു ഉപവാസ പ്രാർത്ഥന എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഹോമകുണ്ടങ്ങൾ വെച്ച് നടത്തുന്നത് പോലെയുള്ള പ്രവൃത്തിയാണ് ഉപവാസ പ്രാർത്ഥന എന്നുള്ള പേരിൽ 10-15,000 രൂപ അവനെ കൊണ്ട് ചെലവാക്കിക്കും. പിന്നെ ഉപവാസ പ്രാർത്ഥനയും വെച്ചിട്ട് 10 പാസ്റ്റർമാരെയും വിളിച്ചു വരുത്തി കൊണ്ടു കഴിഞ്ഞാൽ അവന്മാർക്കെല്ലാം ചെലവിന് കൊടുത്തോണ്ടിരിക്കണം പിന്നെ പണം. ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴത്തേക്കും അവന്റെ ചെലവ് ഇരട്ടിയാ. കാരണം ഉപവാസ പ്രാർത്ഥന പേര് വെച്ചിട്ട് വന്നു കയറുന്ന പാച്ചർമാർക്ക് കോഴിയും ചിക്കനും മട്ടനും ഒക്കെ തിന്ന് പൊളയ്ക്കാൻ വേണ്ടി അവന്മാർക്ക് പള്ളക്കകത്ത് കയറ്റി കൊടുക്കണം.
ആഹാരം വെച്ച് വിളമ്പി. പേരെന്താ? ഉപവാസ പ്രാർത്ഥന. ഈ ഉപവാസ പ്രാർത്ഥനയിലാണ് ഇവന്മാരെ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് വിളിച്ചു വരുത്തി വന്നു കയറുന്നവനെല്ലാം എന്ത് ചെയ്യണം? ചിക്കനും മട്ടനും വെച്ച് വിളമ്പി കൊടുക്കണം. എന്നിട്ട് ഭാര്യയും ഭർത്താവും മാത്രം, ഈ കുടുംബക്കാരും മാത്രം എന്ത് ചെയ്യണം? ഉപവസിക്കണം ഇരുന്ന്. എന്ത് പോക്കത്തനം കാണിക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട്. ഇങ്ങനെയെല്ലാം കാണിച്ചും കൊള്ളയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ നിനക്കൊന്നും നട്ടലില്ലേ നാട്ടില്? നിനക്കൊന്നും നട്ടലില്ലേടാ നാട്ടില്? ഇങ്ങനെ നാട്ടിനെ മുടിപ്പിച്ചും നശിപ്പിച്ചും കൊള്ളയടിച്ചും ഒക്കെ ദൈവവചനത്തെ വിറ്റ് 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 കാശാക്കുന്നതിനൊക്കെ നിനക്കൊക്കെ ഒരു പരിധിയില്ലേ? കേട്ടിരിക്കാനും കണ്ടിരിക്കുവാനും ഒക്കെ ഒരു പരിധി വേണം. പക്ഷെ ഇത് കൂടിപ്പോയി. ഇത് കൂടിപ്പോയി എന്ന് വെച്ചാൽ ഒത്തിരി കൂടിപ്പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ കൊള്ളയടിച്ചിട്ട് അവസാനം ഉപവാസ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞു ഒരു 6 മാസം കഴിയുമ്പോഴും ഒരു രക്ഷയുമില്ല. പാച്ചറോട് വന്ന് പറയും, പാച്ചറേ ഒരു രക്ഷയുമില്ല പാച്ചറേ, എന്റെ കുടുംബത്തിനകത്ത് ഇപ്പോഴും കടഭാരം മാറിയിട്ടില്ല, മോളുടെ അസുഖം മാറിയിട്ടില്ല, മോളുടെ അഡ്മിഷന്റെ കാര്യം റെഡിയായിട്ടില്ല, അത് റെഡിയായിട്ടില്ല, ഇത് റെഡിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഉടനെ പാച്ചർ പറയും, അതേ പ്രിയ സഹോദരി, നിന്റെ വിശ്വാസം പോരാ, നിന്റെ ആത്മീക നിലവാരം പോരാ, നീ കുറച്ചുകൂടി ആത്മീയതയിൽ അങ്ങ് വളരണം. കുറച്ചുകൂടി ആത്മീയതയിൽ അങ്ങ് വളരണം. ഇവൻ പോയി വിളിച്ചോണ്ട് വന്നത് എങ്ങനെയാണ്? ഈ വിശ്വാസിയെ വിളിച്ചോണ്ട് വന്നത് എങ്ങനെയാണ്? ദൈവം നിന്റെ കഷ്ടത മാറ്റും, പ്രയാസം മാറ്റും, രോഗം മാറ്റും, അത് മാറ്റും. അപ്പൊ ഈ ഓഫർ പറഞ്ഞില്ലല്ലോ, നീ ആത്മീയതയിൽ അങ്ങ് അതികഠിനമായ ഉച്ചകോടിയിൽ ആത്മീയതയിൽ നീ പുളകം കൊണ്ടിരുന്നാൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കുന്നെല്ലാം പറഞ്ഞു ഇവൻ. നീ പാപിയായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഇവനൊക്കെ വിളിച്ചോണ്ട് വരുന്നത്. പാപിയായിരുന്നാലും ദൈവം നിന്നെ വിടുവിക്കും, പാപിയായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നീ പാപിയായിരുന്നാലും ദൈവം നിനക്ക് രക്ഷയെ തരും, നിന്റെ പാപങ്ങളെ ദൈവം കടും ചുമപ്പ് പോലെയുള്ളതിനെ തൂമൻ, അങ്ങനെ പാപങ്ങളെപ്പോലും കടും ചുമപ്പുള്ളവനെ തൂമന്നാക്കാമെന്നുള്ള പറഞ്ഞ കർത്താവിന് പിന്നെന്തവന്റെ കഷ്ടത മാറ്റാൻ ഇത്ര കുഴപ്പമെന്നാ? വല്ല പ്രയാസവും ഉണ്ടോ കർത്താവിന്? അതിന് വിശുദ്ധി വേണോ അല്ലേ? പാപങ്ങളൊക്കെ ഞാൻ എടുത്ത് വേണമെങ്കിൽ തൂമഞ്ഞ് പോലെയൊക്കെ പുറകിലെടുത്തിട്ട് വെളുപ്പിച്ചു തരാം. പക്ഷെ നിനക്ക് അനുഗ്രഹത്തുണ്ടെങ്കിൽ നിന്റെയൊക്കെ വിശുദ്ധിയും ഇതൊക്കെ കാണണം. പാച്ചർമാർ പിന്നെ വിശുദ്ധിയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. കണ്ടോ, ഞാൻ ദൈവദാസനായി വേലയെടുക്കുന്ന സമയത്ത്, ഞാൻ ഇന്ന സഭയിലായിരുന്നപ്പോൾ എനിക്ക് നേരാവണ്ണം കഴിപ്പാനും കുടിപ്പാനും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു മാനിച്ചിരുത്തിയിരിക്കുന്നു. അതെ, അനുഗ്രഹിച്ചു മാനിച്ചിരുത്തിയിരിക്കുന്നു. കാരണം ജോലിക്കും കൂലിക്കും പോകാതെ നാട്ടുകാരുടെയൊക്കെ ദശാംശത്തിൽ ജീവിക്കുമ്പോൾ നല്ലതുപോലെ അനുഗ്രഹം കാണും. കാരണം 20,000 രൂപ ഒരുവന് പണിയെടുക്കുമ്പോൾ കിട്ടുമ്പോൾ അവൻ 2,000 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 10 പേര് 20,000 അവന് കിട്ടും. 18,000 രൂപ വിശ്വാസിക്കേ ഉള്ളൂ. അപ്പൊ വിശ്വാസി താഴെയും കിടക്കും, പാച്ചറ് മേളിലും വരും. അനുഗ്രഹം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണക്ക് കൂട്ടാൻ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധി വിശ്വാസികളോട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവന് പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമല്ലേ? എന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നെ ദൈവമാ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് ഇവന് പറയാൻ എളുപ്പമല്ലേ? പറഞ്ഞു പറ്റിക്കാൻ വിശ്വാസികൾ മുഴുവൻ മന്ദബുദ്ധികളായിട്ട് കാൽക്കുലേഷൻ ഇല്ലാതിരിക്കുമല്ലേ? 20,000 രൂപ ഒരുവന് വരുമാനമുണ്ടെന്ന് ഇരിക്കട്ടെ, 10 പേര് ആ സഭയിലുണ്ടെന്ന് ഇരിക്കട്ടെ, 10 പേര് വെച്ച് 2,000 രൂപ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ജോലിക്കും കൂലിക്കും പോകണ്ട. അവന് 24 മണിക്കൂർ മൊബൈൽ ഫോണിനകത്ത് ഇരുന്നാൽ മതി, AC-ക്കകത്ത് കയറി ഇരുന്ന് ഉറങ്ങിയാൽ മതി, എണ്ണീറ്റാൽ മതി. പിന്നെ ബുധനാഴ്ച ദിവസം കോട്ടേജ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടാന്തോറും കയറി ഇറങ്ങിപ്പോയി പുട്ടടിക്കാം. നല്ല വൃത്തിയാണം പോയിരുന്നിട്ട്, ഓരോ വീട്ടിലും പോയിരുന്നിട്ട് ആ കൂട്ടത്തിൽ കൈമടക്കും കിട്ടും വേറെ. അപ്പോൾ പാച്ചർ വെച്ചടി അങ്ങ് ഉളരും. വിശ്വാസി മുഴുവൻ വെച്ചടി താഴെ പോവും. എന്തുകൊണ്ടാ? മൊത്തത്തിൽ പിരിവാ. ഈ ക്രിസ്ത്യാനി വർഗം തന്നെ വെറും എന്താ പറയുന്ന കൂതറകളാ. കത്തോലിക്കയും യാക്കോബറ്റും ഓർത്തഡോക്സും എല്ലാം കണക്കിനെല്ലാം 19. എല്ലായിടത്തും കള്ളവും കൊള്ളയും ചതിയും വഞ്ചനയും മാത്രമായിട്ട് നിൽക്കുക. എല്ലാവരും കർത്താവ് എന്ന് പറയുന്നത് മാണിക്യമായി പോയി. കർത്താവ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും മഹത്വവും ഉള്ളതായി പോയി. അതുകൊണ്ട് ഓക്കെ എല്ലാവന്മാരും ചതിയും വഞ്ചനയും കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ വചനവും നല്ല മൂല്യമുള്ളതും ആ മാർഗം ലോകത്തോട് പറഞ്ഞാൽ തന്നെ ഏറ്റവും മുത്തായതുകൊണ്ടും ഇവന്മാർക്ക് കച്ചവടം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു കൂസലുമില്ലാതെ കച്ചവടം ചെയ്യുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ. അത്രത്തോളം പൈശാചികന്മാർ കുടിയേറി പാർക്കുന്ന ഒരു വലിയ സമൂഹമായി മാറി. സാത്താൻ ആരാധനയാണ് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ നടക്കുന്നത്. സാത്താൻ ആരാധന. ദൈവഭയമുണ്ടോ ഇവന്മാർക്ക്? ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവന്മാർക്ക് ഇതൊക്കെ ചെയ്യുന്നത് അനീതിയാണെന്ന് തോന്നത്തുള്ളൂ.
ഒരു ദൈവഭയവും ഇവന്മാർക്കില്ല. ഇരുന്ന് കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഇതിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ടും ബുദ്ധിയും ബോധവും ഉണരാത്ത വിശ്വാസികളായി അതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന വൃത്തികെട്ട ജന്മമേ, നിന്റെയൊക്കെ അന്ത്യം ഏറ്റവും ശോചനീയമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നീയൊക്കെ ഇരട്ടി നരകത്തിലേക്ക് പോകുവാൻ കാലും വലിച്ചു നീട്ടിക്കൊണ്ട് ചോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നീയൊന്നും ചോത്രവും സൂത്രവും പറഞ്ഞതൊന്നും കൊണ്ട് സ്വർഗത്തിനൊന്നും ഒരുത്തനും പോകത്തില്ല എന്ന് 100% ദൈവവചനം വെച്ച് ഞാൻ ഉറപ്പിച്ചു പറയാം. എന്റെ കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് 2 കൂട്ടരെ ഇങ്ങനെ നിർത്തിയിരിക്കുക, 2 സൈഡിലായിട്ട്. അല്ലാതെ എന്റെ സഭയ്ക്കകത്ത് വന്നിട്ട് നീയൊക്കെ മതം മാറി വന്ന് നീ ഏതെങ്കിലും ഹിന്ദുവായിരിക്കോ, വല്ല മുസൽമാനായിരിക്കോ, വല്ല ജുദ്ധനായിരിക്കോ, ബുദ്ധനായിരിക്കോ, പാർസി ആയിരിക്കോ, ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ആ മതമൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്റെ മതത്തിലോട്ട് വരണം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരും നിങ്ങൾ അഭിമാനം കൊണ്ട് പുളകിതമണിഞ്ഞ് എന്റെ മതത്തിലോട്ട് വന്നിട്ട് നിങ്ങൾ കയറി വന്നിരുന്നിട്ട് സഭയായിട്ട് പാച്ചറിന്റെ കീഴിൽ പോയിരുന്നിട്ട് ചമ്പാ വാടാ, റീബല വാടാ, റൂബല കടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് ഇവന്മാര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതി. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ഏറി എന്ത് ചെയ്യണം? സ്വർഗത്തിൽ വരണമെങ്കിൽ ഈ പാച്ചന്മാരുടെ സഭയ്ക്കകത്ത് കയറി ഇരിക്കണമെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് വാചകം. പെന്തക്കോസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിശൂന്യന്മാരായി മാറിയിരിക്കുന്നു. ചാട്ടവാർ കർത്താവ് എടുത്തതുപോലെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്രത്തോളം കൊള്ള, അത്രത്തോളം അനീതി, അത്രത്തോളം അക്രമം ഇതിനകത്ത് പെരുകിക്കിടക്കുകയാണ്. പാപത്തിൽ മുഴുകിക്കിടക്കുകയാണ്. എല്ലാവരും നരകത്തിലേക്കുള്ള വഴിയെ ഒരുക്കി കെട്ടിവെച്ചിരിക്കുകയല്ലാണോ? എന്നിട്ട് ഇപ്പോഴും പറയും ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറക്കാനിരിക്കുന്നു എന്ന്. ഞാൻ ഈ ശമ്പാവാട, റീവലവാട, റൂബലവാട എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെന്തക്കോസുകാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതിനെ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്നു, അന്യഭാഷയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത്. ഞാനൊരു പരിശുദ്ധാത്മാവിനുമെതിരെ സംസാരിക്കുന്ന വ്യക്തിയല്ല. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുതെന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എടാ, നീയൊക്കെ പറയുന്ന ശമ്പാവാടയും റൂബലവാടയും ശീബലവടയും ആണ് അന്യഭാഷയെന്ന് എവിടെയാ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നിനക്കറിയാമോ അന്യഭാഷ എന്താണെന്ന് പറഞ്ഞിട്ട്? അതറിയത്തില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരി. നീ എന്തിനാ ശമ്പാവാട, റൂബലവാട, റീബലവട എന്ന് പറഞ്ഞ് നിന്റെ വായി തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന കണക്ക് നീ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഈ ബാഹുബലിയിൽ അവൻ പറഞ്ഞതും കറക്റ്റ് ആണല്ലോ. അവനും പറഞ്ഞത് അന്യഭാഷ എന്ന് പറയുമ്പോൾ ലക്ക ലക്ക, ലൊങ്ക ലൊക്ക, ലുക്കട ലക്ക, ബക്കല ബുക്ക എന്ന് അവൻ പറഞ്ഞതും അന്യഭാഷയായിട്ട് മാറുമല്ലോ. നീയൊക്കെ പറയുന്ന ശമ്പാവാടയും റീബലവാടയും അന്യഭാഷയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നീയൊക്കെ എന്തർത്ഥത്തിലാണ് ഇതിനെ ദൈവവചനം എന്ന് പറയുന്നത്, ഇതിനെ അന്യഭാഷ എന്ന് പറയുന്നത്? ഇതൊരു അന്യഭാഷയാണോ? നീ പറഞ്ഞത് അന്യഭാഷയാണോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് അതാ അറിയേണ്ടത്. അന്യഭാഷ എന്ന് പറഞ്ഞ ഭാഷയാണ്. നിനക്ക് ഭാഷ സംസാരിക്കാൻ അറിയാമോ? നീ അന്യഭാഷയിൽ ശമ്പാവാട, റൂബലവട എന്ന് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് നീ ഒരു ഭാഷയായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിന്നെയൊക്കെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി. ആ പ്രാഗൽഭ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്നെയൊക്കെക്കാളും എനിക്ക് പൗലോസ് പറയാൻ പറ്റുന്നത് പോലെ പ്രാഗൽഭ്യത്തോട് എനിക്ക് പറയാൻ പറ്റും. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ അധികമായ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. എന്നിട്ട് പൗലോസ് നാട്ടാളെ മുഴുവനും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് സഭകളിൽ പോയിരുന്നിട്ട് ശമ്പാവാട, റൂബലവാട എന്ന് പൗലോസ് വിളിച്ചു കൂവിയില്ല. പൗലോസ് അന്യഭാഷ സംസാരിച്ചത് ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കാനാ അന്യഭാഷ ഉപയോഗിച്ചത്. പക്ഷെ നീയൊക്കെ ശമ്പടവാടയും റീബലവടയും ഊടാരാടയും ശീബാവാടയൊക്കെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാ? നാട്ടുകാരോടെല്ലാം എനിക്ക് അന്യഭാഷയുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. നിന്നിൽ പരിശുദ്ധാത്മാവല്ല, സാത്താൻ കയറിയിരിക്കുന്നത് കൊണ്ടാണ് നീ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശമ്പടവാടയും റീബലവാടയും കൂടരാടായും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷ ഒരു ഭാഷയാണ്. അത് സംസാരിക്കേണ്ടത് കോൺവെർസേഷൻ നടത്താനാണ്. മനസ്സിലായോ? അന്യഭാഷ സംസാരിക്കേണ്ടത് കർത്താവുമായൊരു കോൺവെർസേഷനാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തോടാണ് അവൻ സംസാരിക്കേണ്ടത്, ആത്മീക മർമ്മങ്ങളെയാണ് അവൻ സംസാരിക്കേണ്ടത്. അല്ലാതെ അന്യഭാഷയിൽ കയറി എന്നെ കയറി ആരാധിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അന്യഭാഷയിൽ കയറി നീയൊക്കെ ഊടരാടാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആത്മീക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളുടെ ആത്മീക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഹിപ്നോട്ടിസം മെത്തേഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഹിപ്നോട്ടിസം മെത്തേഡ്. അതായത് നിങ്ങൾക്കറിയാം, ഈ മന്ത്രവാദം ചെയ്യണമെങ്കിൽ ഒരു മന്ത്രവാദ കളം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ മന്ത്രവാദ കളം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ മന്ത്രവാദ അന്തരീക്ഷം രൂപപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഈ മന്ത്രവാദം ചെയ്യാൻ മന്ത്രവാദികൾക്ക് എളുപ്പമാണ്. ഇതുപോലെ ഒരു ആത്മീക ഘടകരജസ്യ രുചിത്വതയോ തത്വം
ഇത് ഞാൻ പലരിൽ നിന്നും കേട്ടതാണ്. ഘടകരജ്ജസ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മീക ഒരു അന്തരീക്ഷവും ആദ്യം ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? ഇതൊരു മൈൻഡ് കൺട്രോളിങ്, അതായത് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും എന്ന് പറയുന്ന 3 സംവിധാനം നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് 3 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പിന്നീട് ലൈവുകളിൽ വന്ന് പറയുമ്പോൾ മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വീഡിയോ സഹിതം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളും, ഈ അന്തരീക്ഷം ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഈ ഒരു ആത്മീക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഈ സ്ത്രീകളെയും പുരുഷന്മാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇവർ ആത്മീക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ പാടാൻ തുടങ്ങും. അപ്പോൾ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റിന് വളരെയധികം പ്രാധാന്യം ഈ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ ഇവർ ആദ്യം പാടുന്നത്. അങ്ങനെ പാട്ടുകൾ പാടി 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 വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലായിട്ട് ഇവരുടെ മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നു, ഇതാ കർത്താവ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, ഇതാ ദൈവ സാന്നിധ്യം ഇവിടെ ഒഴുകി വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, നീ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയും തോറും ഹിപ്നോട്ടിസം മെത്തേഡിൽ മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ അതൊരു ഹിപ്നോട്ടിസമാണ്. അതാണ് അയ്യോ, എന്റെ ലൈവ് കട്ടാകും, എന്റെ ചാർജ് ഏകദേശം തീരാറായി. അപ്പോൾ ഒരു ഹിപ്നോട്ടിസം മെത്തേഡ് പോലെയാണ്, ഇതുപോലെയാണ്. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ കർത്താവ് വന്നിരിക്കുന്നു, ദൈവസാന്നിധ്യം ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ദൈവം ഇതാ നിങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ആ നിൽക്കുന്നവരെല്ലാം ആ ഒരു അന്തരീക്ഷത്തെ അവർ ആവാഹിക്കുകയാണ്. ഒരു ദൈവസാന്നിധ്യം അവിടെ കെട്ടപ്പെടുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ മൈൻഡ് അതിനായി പ്രിപ്പയർഡ് ആകുകയാണ്. ഈ സാഹചര്യത്തെയാണ് കൃത്യമായിട്ട് ഈ പാസ്റ്റർമാർ എന്ത് ചെയ്തത് മുതലെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനിത് പിന്നീട് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഇവർ കൃത്യമായിട്ട് മുതലെടുക്കുകയാണ്. ഈ സമയത്ത് അവർ എന്തു പറയുന്നു അതനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇവരുടെ കോൺഷ്യസ് മൈൻഡ് മാറിപ്പോയി. മനസ്സിലായോ? അതായത് ഇപ്പൊ എന്റെ കോൺഷ്യസ് മൈൻഡ്, ഞാനിപ്പോ സബ് കോൺഷ്യസ്, ഞാനിപ്പോ നടക്കുകയാണ്, ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കുഴിയുണ്ട്, അവിടെ വലിയൊരു കുഴിയാണെന്നുള്ളത് എന്റെ കോൺഷ്യസ് മൈൻഡ് എന്നോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ കുഴിയിൽ നിന്നും മാറി അങ്ങോട്ട് പോകുന്നത്. കാരണം കുഴിയിൽ വീഴാതിരിക്കുന്നത് എന്റെ കോൺഷ്യസ് മൈൻഡ് അവിടെ എന്ത് ചെയ്യുകയാണ്, എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവൻ ഉറങ്ങുന്നു, നീ ഉറങ്ങുകയാണ്, നീ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഷ്യസ് മൈൻഡാണ് അവിടെ മാറ്റപ്പെടുന്നത്. ഉറക്കത്തിൽ കോൺഷ്യസ് മൈൻഡ് പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത്. മനസ്സിലായോ? ഉറക്കത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ മാറുകയാണ്, ഉറങ്ങുകയാണ്. ഇതുപോലെയാണ് ഇവന്മാര് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ കോൺഷ്യസ് മൈൻഡ് മാറിക്കഴിഞ്ഞു. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവനെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ പിന്നെ എന്ത് പറഞ്ഞു കൊടുത്താലും കോൺഷ്യസ് മൈൻഡ് ബുദ്ധിയോടെ ചിന്തിക്കുന്നില്ല. അവിടെ പറയുന്നത് മുഴുവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങ് ഉൾക്കൊള്ളുകയവൻ. ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? കോൺഷ്യസ് മൈൻഡ് ഉറങ്ങിപ്പോയി. കോൺഷ്യസ് മൈൻഡ് ആണ് സത്യത്തിൽ ഇത് നല്ലത്, ഇത് ചീത്ത എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്തു? ആ സമയത്ത് മാറ്റപ്പെടുകയാണ്. കാരണം അവൻ പറഞ്ഞു തന്നിരിക്കുന്ന വേറൊരു ലോകത്തിലേക്കുള്ള ഒരു സംഭവത്തെ പറഞ്ഞിരിക്കുകയാണ്. വേറൊരു ലോകത്തിൽ നിന്നും ദൈവം ഇങ്ങനെ ഇറങ്ങി നിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. എന്തോ അവൻ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ പറയുന്നത്. കർത്താവ് നിന്റെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് കർത്താവ് നടന്നില്ലായിരുന്നോ? ഇതിനു മുമ്പ് കർത്താവ് ഓടുകയായിരുന്നോ? ഒളിമ്പിക്സിൽ ഓടുന്ന കണക്ക്? അതോ ഇതിനു മുമ്പ് കർത്താവ് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? പരിശുദ്ധാത്മാവ് നിന്റെ ഇടയിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലായിരുന്നോ? എടാ വൃത്തികെട്ട ജന്മങ്ങളെ, പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. ഇത് കുറച്ച് അങ്ങ് കൂടിപ്പോയി എന്ന് വേണം പറയുവാനായിട്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവം ഉലാത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഇടയിലൂടെ. അപ്പൊ ഇതിനു മുമ്പ് കർത്താവ് ഉലാത്തുകയും അല്ലായിരുന്നു, ഇതിനു മുമ്പ് നടക്കുകയും അല്ലായിരുന്നു, പരിശുദ്ധാത്മാവ് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു ആ പ്രദേശത്ത്. എന്താ ഞാൻ പറയേണ്ടത് പ്രിയ സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തെ മുഴുവനെയും അടക്കി വാഴുകയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനെയും സൃഷ്ടാവായിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. അല്ലാതെ ആകാശത്ത് നിന്ന് തോന്നുമ്പോ പാസ്റ്റർമാർ വിളിക്കുമ്പോഴത്തേക്കും പോക്കറ്റിരിക്കുന്ന കബീഷ് കുട്ടനെ പോലെ ഓടിവാ എന്ന് പറയുമ്പോഴത്തേക്കും പറന്നു വരുന്ന ലുട്ടാപ്പിയെ പോലെ പറന്നു വരുന്ന ആളല്ല നമ്മുടെ കർത്താവ്. ഇവന്മാര് വിളിച്ചു വരുത്തുന്ന സമയത്ത് ഈ മന്ത്രവാദികൾ പണ്ട് കൈകളിൽ കുപ്പിക്കകത്തെല്ലാം കുട്ടിഭൂതങ്ങളെ കൊണ്ട് നടക്കുമായിരുന്നു. ഈ ഭൂതങ്ങളെ അഴിച്ചുവിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ഈ മന്ത്രവാദികൾ എന്ത് ചെയ്യുന്നത്? മന്ത്രവാദ കളത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു മാറുന്നത്. ഈ കുട്ടിഭൂതങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇതുപോലെ ഇന്ന് പാച്ചർമാരുടെ പോക്കറ്റിലുള്ള ഒരു സംഭവമായിട്ട് മാറ്റി വെച്ചിരിക്കുക കർത്താവിനെ. ഇവന്മാര് പറയുമ്പോൾ കർത്താവ് അവിടെ നടക്കും, ഇവന്മാര് പറയുമ്പോൾ കർത്താവ് അവിടെ പോയി തൊടും, ഇവന്മാര് പറയുമ്പോൾ മാത്രമേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. അതുവരയ്ക്കും കർത്താവ് ഇങ്ങനെ നിൽക്കും. ഉവ്വ് അടിയനോട് കൽപ്പിച്ചാലും പറഞ്ഞോളൂ, പറയും കർത്താവേ തൊട് അവനെ എന്ന് പറയുമ്പോഴത്തേക്കും തൊട്ടേ എന്ന് പറയും. വിഡ്ഢിക്കുശുമാണ്ടങ്ങളെ, നീയൊക്കെ നാണവും മാനവും ഉണ്ടോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട്? നിന്റെയൊക്കെ ലോജിക്ക് എവിടെ പോയി? മദ്രസ പൊട്ടന്മാരെക്കാളും നീ വെറും പൊട്ടനാണല്ലോ. അവന്മാരെ ദൈവം കാട്ടുകഴുതിയെ പോലെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവന്മാരുടെ ബുദ്ധി